Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഒരുപാട് വേണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ചും കൂടെ മധുരം എനിക്ക് വേണ്ടതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലുള്ള ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്താൽ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ആയിരിക്കും ഒന്നുകൂടെ ഈസി ആവുന്നത്. ബീറ്റർ ആകുമ്പോൾ ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലുള്ള വിസ്ക് ആണെങ്കിൽ കുറച്ച് ടൈമും കൂടെ കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. നന്നായിട്ട് തന്നെ വരും. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടും. ഈ അളവിലെടുത്തു കഴിഞ്ഞാൽ ഒരു 2 കോഫിക്ക് ഉള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം തണുപ്പ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. തണുത്ത പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.